ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് പേപ്പർ ഗ്ലാസ് വെച്ച് കുട്ടി നൈസായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാം. അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് 2 പേപ്പർ ഗ്ലാസ് വേണം, പിന്നെ നമ്മുടെ സ്കെച്ച് പെൻസ് വേണം, പിന്നെ ഇത് കട്ട് ചെയ്യാൻ ബ്ലേഡ് വേണം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കുട്ടികളാണെങ്കിൽ ബ്ലേഡ് മാക്സിമം ഒഴിവാക്കുക, ആരോടെങ്കിലും കട്ട് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒരു പെൺകുട്ടി വരച്ചെടുക്കണം. ഫ്രോക്ക് ഇട്ടിട്ട് ഒരു ബലൂൺ പിടിച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ വരച്ചെടുത്താൽ മതി. ചുമ്മാ ഒരു സ്കൂൾ കുട്ടികൾ വരയ്ക്കുന്ന പോലെ വരച്ചെടുത്താൽ മതി. ഇനിതാ ഇത്, അതായത് ഈ ഫ്രോക്കിൻ്റെതും ഈ ബലൂണിൻ്റെ ഇതും മാത്രം നമ്മൾ കട്ട് ചെയ്യണം, ബാക്കി ഒന്നും കട്ട് ചെയ്തെടുക്കരുത്. ഈ ഫ്രോക്കിൻ്റെ ഷേപ്പും ഈ ബലൂണിൻ്റെ ഷേപ്പും മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത പേപ്പർ ഗ്ലാസ് വെക്കണം. അതായത് ഇതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അടുത്ത പേപ്പർ ഗ്ലാസ് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് കളഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഏത് കളറാണോ ഡ്രസ്സിന് ചെയ്യുന്നത് ആ കളർ വെച്ച് തന്നെ ബലൂൺ ഫില്ല് ചെയ്യാം. എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ റെഡ് സ്കെച്ച് പെന്നാണ് എടുത്തേക്കുന്നത് കളർ ചെയ്യാനായിട്ട്. നമ്മൾ ഇതുപോലെ ഫ്രോക്കിൻ്റെ ഭാഗവും ബലൂൺ ഭാഗവും മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ. എന്നിട്ട് ആ സ്ഥലത്ത് ഇങ്ങനെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഈ സ്കെച്ച് പെൻ വെച്ചിട്ട് കളർ ചെയ്യണം. ഫ്രോക്കിന് ചെയ്യുന്ന അതേ കളർ തന്നെ നമ്മൾ ഈ ബലൂണിനും ചെയ്ത് കൊടുക്കണം. ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഒരു സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ ഗ്ലാസ് ഇതുപോലെ ഒന്ന് കറക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അടുത്ത വൈറ്റ് പോർഷൻ കിട്ടും. വൈറ്റ് പോർഷൻ ചെറുതായിട്ട് വീഡിയോ ഒന്ന് ബ്ലറായിട്ടുണ്ട്, ക്ഷമിക്കണേ. നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റത്തില്ലെന്ന് അറിയാം. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അപ്പോൾ വേറെ കളർ എടുക്കുക. വേറെ കളർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെയും പേപ്പർ ഗ്ലാസ് തിരിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത കളർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം ആ വൈറ്റ് പോർഷനിൽ. അപ്പോൾ നമുക്ക് കുറേ കളേഴ്സ് കിട്ടും. കുറേ കളേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ കറക്കുമ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം. കണ്ടോ, സംഭവം വേറൊന്നുമില്ല ഉദ്ദേശിച്ചത്. കറക്കുമ്പോൾ ഡ്രസ്സ് മാറും, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ ക്യൂട്ടായിട്ടുള്ള കിടിലം ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി വെക്കണേ. ഇതാകുമ്പോഴത്തേക്ക് ഈ പെങ്കൊച്ചിന് കുളിക്കാതെ ഡ്രസ്സ് മാറാം ഇടയ്ക്കിടെ. കണ്ടില്ലേ, ഏത് കളർ ഡ്രസ്സ് വേണോ അത് ഇഷ്ടമുള്ളതിടാം. അപ്പോൾ ഇതെന്തായാലും ഇഷ്ടമായി ഉണ്ടാക്കി വെക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.